ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കുഞ്ചമൺ പോറ്റിയുടെ കഥയാണ് പറയുന്നത്. വായോ പോവാം. കുഞ്ചമൺ പോറ്റി കാലടിയിൽ ഭട്ടതിരിയെ കാണാനായി പോയിരുന്നു. പോറ്റി ഒരു ബോട്ടിലാണ് ചെന്നിരുന്നത്. ഭട്ടതിരിയുടെ ഇല്ലം പുഴയുടെ അടുത്താകിയാൽ ബോട്ട് ആ കടവിൽ തന്നെ ചെന്നെടുത്തു. ഉടനെ പോറ്റി കരക്കിറങ്ങി ഇല്ലത്തേക്ക് ചെന്നു. അപ്പോൾ സന്ധ്യാസമയമായിരുന്നതുകൊണ്ട് ഗൃഹസ്ഥനായ ഭട്ടതിരി ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോറ്റി മുറ്റത്ത് ചെന്നപ്പോൾ ഭട്ടതിരി പുറത്തേക്ക് വന്ന് പോറ്റിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പോറ്റി ബോട്ടിലാണ് വന്നതെന്ന് മനസ്സിലാവുകയാൽ പോറ്റിക്കും ബോട്ടുകാർക്കും വേഗത്തിൽ അത്താഴം കാലമാക്കണമെന്ന് ഭട്ടതിരി ശട്ടം കെട്ടി. കുളിയൊക്കെ കഴിഞ്ഞു വന്ന പോറ്റിയും ഭട്ടതിരിയും പുറത്തളത്തിലിരുന്ന് രണ്ടുപേരുടെയും ജപങ്ങളും മറ്റും കഴിച്ചു. കുറച്ചു നേരം കുശലപ്രശ്നവും ചെയ്തുകൊണ്ട് അങ്ങനെയിരുന്നു. അപ്പോഴേക്കും അത്താഴം കാലമാവുകയാൽ രണ്ടുപേരും ഊണ് കഴിക്കാനായിട്ട് പോയി. ഊണ് കഴിഞ്ഞു പിന്നെയും പുറത്തളത്തിൽ വന്ന് വെടിയും പറഞ്ഞങ്ങനെ ഇരിക്കുന്ന മധ്യേ ഭട്ടതിരി മടപ്പിള്ളിക്കാരെ വിളിച്ച് പോറ്റിയുടെ ബോട്ടുകാർക്ക് കൂടെ വേഗത്തിൽ ചോറ് കൊടുക്കാൻ ശട്ടം കെട്ടി. അപ്പോൾ പോറ്റി, അതൊന്നും വേണ്ട, നമ്മുടെ ബോട്ടുകാർക്ക് ഭക്ഷണം ഞാൻ തന്നെ കൊടുത്തുകൊള്ളാം, മറ്റാരും കൊടുത്താൽ അവർക്ക് തൃപ്തിയാകില്ല എന്ന് പറഞ്ഞു. ഉടനെ ഭട്ടതിരി, എന്നാൽ അങ്ങോട്ട് ചെന്ന് വിളമ്പിക്കൊടുത്തേക്കണം, നമുക്ക് അങ്ങോട്ട് പോകാം, ഞാൻ കൂടി വരാം എന്ന് പറഞ്ഞു. അപ്പോൾ പോറ്റി, അതൊന്നും വേണ്ട, ഞാൻ അവർക്ക് അത്താഴം കൊടുത്തു, അവർ പോവുകയും ചെയ്തു, ഇനിയിപ്പോൾ അതിനായിട്ട് പോകണമെന്നില്ല എന്ന് പറഞ്ഞു. ഇത്രയും കേട്ടപ്പോൾ ഭട്ടതിരിക്ക് കാര്യം മനസ്സിലായി. ബോട്ടുകാരൊക്കെ ചാത്തന്മാരായിരിക്കും അല്ലേ എന്ന് ഭട്ടതിരിപ്പാടി ചോദിച്ചു. അതെ, ഒരു മൂർത്തിയെ സേവിക്കുക എന്ന് വെച്ചാൽ ചാത്തനെ തന്നെ സേവിക്കണം, എങ്കിലേ എല്ലാത്തിനും ഉപയോഗപ്പെടൂവെന്ന് പോറ്റി പറഞ്ഞു. വെറുതെ 10-20 പേർ കൂടി രാത്രികാലത്ത് അരി വയ്ക്കുന്നതിനിടയാവുകയും പോറ്റി ഇപ്രകാരം പറയുകയും ചെയ്തത് തന്നെ അപമാനിക്കുകയായിരുന്നുവെന്നും ഗണപതിയെ സേവിച്ചാൽ എല്ലാത്തിനും ഉപയോഗപ്പെടുകയില്ല എന്നാണ് പോറ്റിയുടെ വാക്കിൻ്റെ സാരമെന്ന് മനസ്സിലാക്കിയാൽ ഭട്ടതിരിയുടെ മനസ്സിൽ അല്പം വല്ലായ്മയുണ്ടായി. എങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ ചിരിച്ചുകൊണ്ട് അത് ശരിയാണ് എന്ന് സമ്മതിച്ചു. പിന്നെയും രണ്ടുപേരും കൂടി വളരെ നേരം സംഭാഷണം ചെയ്തതിനു ശേഷം പോറ്റിക്ക് കിടക്കുന്നതിനെല്ലാം തയ്യാറാക്കി കൊടുത്തിട്ട് ഭട്ടതിരി അകത്തേക്ക് പോയി. രണ്ടുപേരും കിടന്നുറങ്ങുകയും ചെയ്തു. വെളുപ്പാങ്കാലത്ത് രണ്ടുപേരും ഉണർന്നെണീറ്റ് പുറന്തളത്തിൽ വന്നു. പോറ്റി അപ്പോൾ തന്നെ യാത്രയും പറഞ്ഞ് ബോട്ട് കയറാൻ പോയി. ഭട്ടതിരി കുളിക്കാനും പോയി. പോറ്റി കടവിൽ ചെന്ന് നോക്കിയപ്പോൾ ബോട്ട് അവിടെ കാണാനില്ലായിരുന്നു. ബോട്ട് കള്ളന്മാർ വല്ലവരും മോഷ്ടിച്ചു കൊണ്ടുപോയതായിരിക്കുമെന്ന് വിചാരിച്ച് പോറ്റിക്ക് വളരെ ദുഃഖം വന്നു. ബോട്ട് പൂട്ടിയിട്ടിരുന്ന താഴും തുടലും ഒന്നും കാണാനില്ലായിരുന്നു. ഉടനെ പോറ്റി പരിഭ്രമിച്ച് ഭട്ടതിരി കുളിക്കുന്നതിനടുത്ത് ചെന്ന് വിവരം പറഞ്ഞു. അപ്പോൾ ഭട്ടതിരി, ഇവിടെ നിന്ന് ഒരു സാമാനവും കള്ളന്മാർ കൊണ്ടുപോകാറില്ല, ഇതും കള്ളന്മാർ കൊണ്ടുപോയതാണെന്ന് തോന്നുന്നില്ല, അവിടെ ഒരൊറ്റക്കൊമ്പനുണ്ട്, ഇത് അയാളുടെ നേരം പോക്കായിരിക്കും, എന്തായാലും പരിഭ്രമിക്കേണ്ട, നിവൃത്തി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു ഭട്ടാതിരി അവിടെ നിന്നുകൊണ്ട് മേൽപോട്ട് നോക്കിയപ്പോൾ ബോട്ട് ആ കടവിൽ നിൽക്കുന്ന ആലിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കണ്ടു. ഉടനെ പോറ്റിയോട്, എന്നെ തൊട്ടുകൊണ്ട് മേൽപോട്ട് നോക്കൂ എന്ന് പറഞ്ഞു. പോറ്റി അപ്രകാരം നോക്കുകയും ചെയ്തു. അപ്പോൾ ആലിൻ്റെ മുകളിൽ ഒരു കൊമ്പത്ത് ബോട്ട് കയറ്റിവെച്ച് തുമ്പിക്കൈ കൊണ്ട് താങ്ങി പിടിച്ചിരിക്കുന്ന ഗണപതിയെയും പോറ്റി കണ്ടു. ഇത് താൻ തലേ ദിവസം പറഞ്ഞതിന് ഗണപതി തന്ന ശിക്ഷയാണെന്ന് പോറ്റിക്ക് മനസ്സിലായി. പോറ്റി ഭട്ടതിരിയോട് മാപ്പ് ചോദിച്ചു. ഉടനെ ഭട്ടതിരി ഗണപതിയോട്, അതിങ്ങ് കൊടുത്തേക്കൂ, അദ്ദേഹത്തിന് പോകാൻ വൈകിയെന്ന് പറയുന്നു, വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഗണപതി അവിടെ ഇരുന്നുകൊണ്ട് ബോട്ടെടുത്ത് പുഴയിലേക്ക് ഇട്ട് കൊടുത്തു. ആലിൻ്റെ മുകളിൽ നിന്നും ബോട്ട് വെള്ളത്തിൽ വീഴുന്നത് കണ്ടപ്പോൾ ബോട്ട് പൊട്ടിപ്പോയി എന്ന് പോറ്റിക്ക് തോന്നി. എങ്കിലും അതിന് യാതൊരു കേടുപാടും സംഭവിച്ചില്ല. പോറ്റിക്ക് വളരെ ബഹുമാനവും അത്ഭുതവും ഉണ്ടായി. ബോട്ട് കിട്ടിയെങ്കിലും ബോട്ടുകാരില്ലാതെ പോറ്റി പിന്നെയും വിഷണ്ണനായിത്തീർന്നു. ഗണപതിയെ പേടിച്ച് ചാത്തന്മാരാരും അടുത്ത് വരികയില്ല. അത് ഭട്ടതിരിയോട് പറയാൻ പോറ്റിക്ക് വളരെ ലജ്ജയും മടിയും തോന്നുകയാൽ ഒന്നും മിണ്ടാതെ കുറച്ചു നേരം അങ്ങനെ പരിങ്ങലായിട്ട് നിന്നു. ഒടുക്കം നിവൃത്തിയില്ലെന്ന് തോന്നിയാൽ ആ വിവരവും പോറ്റി ഭട്ടതിരിയോട് പറഞ്ഞു. പിന്നെ ഭട്ടതിരി, ഭയപ്പെടണ്ട, അവർ വന്നോട്ടെ, അയാളൊന്നും ഉപദ്രവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. പിന്നെ ചാത്തന്മാർ വന്ന് ബോട്ടിൽ കയറി. പോറ്റി വഴിപാടിന് പണവും കൊടുത്തു ഗണപതിയെ തൊഴുതു വലം വെച്ചു പോവുകയും ചെയ്തു. പിന്നെ ഒരിക്കൽ കാലടിയിൽ ഭട്ടതിരി കോഴിക്കോട്ട് താനത്തിനായിട്ട് പോയിരുന്നു. അവിടെ കൗണാരനു വടക്കേക്കരയുള്ളവർക്കെല്ലാം താനം പതിവില്ല.
കാലടിയിൽ ഭട്ടതിരിയുടെ ഇല്ലം അന്ന് കൗണാറ്റിനും തെക്കേക്കര ആയിരുന്നതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് താനം ചാർത്തുകയില്ലെന്നു വഴക്കായി. അപ്പോൾ താനത്തിനായിട്ട് അത്രത്തോളം ചെന്നിട്ട് വെറുതെ പോരുന്നത് തനിക്ക് അപമാനമാണല്ലോ എന്ന് വിചാരിച്ച് ഭട്ടതിരി എൻ്റെ ഇല്ലം കൗണാറ്റിന് വടക്കേക്കരയാണ് എന്ന് പറഞ്ഞു. ഇല്ലം വാസ്തവത്തിൽ തെക്കേക്കരയാണെന്ന് നല്ല നിശ്ചയമുള്ളവർ അവിടെ പലരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഭട്ടതിരിയുടെ ഇല്ലം തെക്കേക്കരയാണെന്ന് പറഞ്ഞു. ആര് പറഞ്ഞാലും ഭട്ടതിരി സമ്മതിക്കുകയില്ല. അദ്ദേഹം പിന്നെയും എൻ്റെ ഇല്ലം വടക്കേക്കരയാണ് എന്ന് പറയും. ഇങ്ങനെ വഴക്ക് കലശലായി. അപ്പോൾ വിവരം സാമൂതിരിപ്പാട് തിരുമനസ്സുകൊണ്ട് കേട്ടു. അവിടുന്ന് ഒടുക്ക ഒരു തീർച്ച നിശ്ചയിച്ചു. എങ്ങനെയെന്നാൽ തൽക്കാലം ഭട്ടതിരിയെ കൂടെ താനം ചാർത്തുകയും കിഴി കൊടുക്കുകയും ചെയ്യുകയും ഇവിടെ നിന്ന് ഒരാളെ അയച്ച് ഭട്ടതിരിയുടെ ഇല്ലം തെക്കേക്കരയോ വടക്കേക്കരയോ എന്ന് നോക്കി തിട്ടം വരുത്തുകയും പോകുന്നയാൾ തിരിച്ചു വരുന്നതുവരെ ഭട്ടതിരിയെ ഇവിടെ താമസിപ്പിക്കുകയും ഭട്ടതിരി സത്യമാണ് പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തെ സബഹുമാനം വിട്ടയക്കുകയും വ്യാജമാണെങ്കിൽ കിഴി തിരികെ വെപ്പിക്കുകയും യഥായോഗ്യം ശിക്ഷിക്കുകയും വേണ്ടതാണ് എന്നായിരുന്നു കൽപ്പന. ആ കൽപ്പനയെ ഭട്ടതിരിയും മറ്റെല്ലാവരും സമ്മതിക്കുകയും ഭട്ടതിരിയെ കൂടെ താനം ചാർത്തുകയും ചെയ്തു. കൽപ്പന പ്രകാരം കോഴിക്കോട്ട് നിന്നയച്ചയാൾ വന്നു നോക്കിയപ്പോൾ ഭട്ടതിരിയുടെ ഇല്ലം വടക്കേക്കര ഇരിക്കുന്നതും കൗണാറ് തെക്കുപുറേ പ്രവഹിക്കുന്നതും കണ്ടു. ആ വിവരം അവിടെ ചെന്ന് തിരുമനസിനെ അറിയിച്ചു. ഉടനെ സാമൂതിരിപ്പാട് തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ഭട്ടതിരിയെ തിരുമുമ്പാകെ വരുത്തി വളരെ സമ്മാനങ്ങളും കൊടുത്ത് ബഹുമാനിച്ചയക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഭട്ടതിരിയുടെ ഇല്ലം മുമ്പ് കൗണാറിൻ്റെ തെക്കേക്കര തന്നെയായിരുന്നു. ഈ തർക്കമുണ്ടായപ്പോൾ ഭട്ടതിരിക്ക് അപമാനം വരുമല്ലോ എന്ന് വിചാരിച്ച് ഗണപതി തൻ്റെ ഒറ്റക്കൊമ്പുകൊണ്ട് കുത്തി ആറിനെ തിരിച്ച് ഭട്ടതിരിയുടെ ഇല്ലത്തിന് തെക്ക് പുറകെ ആക്കി വിടുകയാണ് ചെയ്തത്. ആറ് പണ്ട് ഭട്ടതിരിയുടെ ഇല്ലത്തിന് വടക്ക് പുറയായിരുന്നു എന്നുള്ളത് ഇപ്പോഴും അവിടെ ചെന്ന് നോക്കിയാൽ ആ സ്ഥലത്തിൻ്റെ കിടപ്പ് കൊണ്ട് അറിയാവുന്നതാണ്. കാലടിയിൽ ഭട്ടതിരിമാർക്ക് പ്രത്യക്ഷമായിരുന്ന ഗണപതി പിന്നെ അങ്ങനെയല്ലാതെ ആയതിൻ്റെ കാരണം കൂടി പറയാം. ഒരിക്കൽ ഒരു കപ്പൽ കച്ചവടക്കാരൻ വില പിടിച്ചവയായ അനേകം സാമാനങ്ങൾ കയറ്റിക്കൊണ്ട് വടക്ക് നിന്ന് തെക്കോട്ട് കൊണ്ടുപോയ ഒരു കപ്പൽ സമുദ്രത്തിൽ താണുപോയി. കപ്പലിൽ ഉണ്ടായിരുന്നവർ മിക്ക പേരും ഒരുവിധം മരിക്കാതെ കരയ്ക്ക് കയറി. കപ്പലിൻ്റെ ഉടമസ്ഥനും മരിച്ചില്ല. കപ്പൽ മുങ്ങിയതുകൊണ്ട് വളരെ നഷ്ടമുണ്ടായതിനാൽ കപ്പലിൻ്റെ ഉടമസ്ഥൻ വ്യസനിച്ചുകൊണ്ട് നടക്കുമ്പോൾ കാലടിയിൽ ഭട്ടതിരിക്കു ഗണപതി പ്രത്യക്ഷമാണെന്നും അവിടെ ചെന്ന് പറഞ്ഞാൽ ഇതിനെന്തെങ്കിലും നിവൃത്തി ഉണ്ടാക്കി തരുമെന്നും ആരോ അവനോട് പറഞ്ഞു. ഉടനെ ആ കച്ചവടക്കാരൻ കാലടിയിലെത്തി ഭട്ടതിരിയെ കണ്ട് വിവരമെല്ലാം പറയുകയും സാമാനങ്ങൾക്കോ കപ്പലിനോ ഒരു കേടും കൂടാതെ കപ്പൽ ഉയർത്തി കൊടുത്താൽ കപ്പലിലുള്ള സാമാനത്തിൻ്റെ പകുതി വില ഭട്ടതിരിക്ക് കൊടുത്തേക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഉടനെ ഭട്ടതിരി കപ്പൽ ഉയർത്തിച്ചു കൊടുത്തുകൊള്ളാമെന്ന് സമ്മതിച്ചു. പിന്നെ ഗണപതിയുടെ അടുക്കൽ ചെന്ന് ഈ വിവരം പറഞ്ഞു. അപ്പോൾ ഗണപതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പ്രയാസമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭട്ടതിരി ഈ കാര്യം സാധിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഏറ്റു പറഞ്ഞു പോയതാണ്. ഇത് ഏത് വിധവും നിർവഹിച്ചു തരണമെന്ന് നിർബന്ധിച്ചു പറഞ്ഞു. ഉടനെ ഗണപതി പോയി സമുദ്രത്തിൽ മുങ്ങി കപ്പൽ തൻ്റെ ഒറ്റ കൊമ്പുകൊണ്ട് ഉയർത്തി കൊടുക്കുകയും കച്ചവടക്കാരൻ പറഞ്ഞിരുന്നത് പോലെയുള്ള ദ്രവ്യം ഭട്ടതിരിക്ക് കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം ഗണപതി ഭട്ടതിരിയോട് നിങ്ങൾക്ക് ദ്രവ്യത്തിങ്കിലുള്ള അത്യാഗ്രഹം കൊണ്ട് ഇന്നതേ പറയാവൂ എന്നില്ലാതായിരിക്കുന്നു. അത് ഞാൻ നിങ്ങൾ പറയുന്ന പോലെയെല്ലാം ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അഹമ്മദി നിമിത്തമാണ്. അതിനാൽ ഇനി നിങ്ങൾ എന്നെ പ്രത്യക്ഷമായി കാണുകയില്ല. എങ്കിലും നിങ്ങൾ എന്നെ വളരെ സേവിച്ചിട്ടുള്ളതുകൊണ്ട് ഇനിയും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സാധിച്ചു തന്നുകൊള്ളാം. പിന്നെ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്നെ നിർബന്ധിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഗണപതി അവിടെ നിന്ന് മറഞ്ഞു. അതിൽ പിന്നെ ആ ഇല്ലത്തുള്ളവർ ഗണപതിയെ പ്രത്യക്ഷമായി കണ്ടിട്ടില്ല. എങ്കിലും അവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കൊണ്ട് തന്നെ ഇരുന്നു. കാലക്രമേണ ആ ഇല്ലത്തുള്ളവർക്ക് മുമ്പുണ്ടായിരുന്നവരെ പോലെ തപശക്തിയും ഗണപതിയെക്കുറിച്ചുള്ള ഭക്തിയും സേവയും കുറഞ്ഞു തുടങ്ങി. അപ്പോൾ കാര്യസിദ്ധികളും അങ്ങനെയായിത്തീർന്നു. എങ്കിലും കാലടിയിൽ ഗണപതിയുടെ ശക്തിയും മഹാത്മ്യവും ഇന്നും അശേഷമില്ലാതായി എന്ന് പറഞ്ഞുകൂടാ. അപ്രകാരം തന്നെ കാലടിയിൽ ഭക്തതിരിമാരുടെ മന്ത്രവാദവും മറ്റുള്ള പാരമ്പര്യക്കാരായ മന്ത്രവാദികളുടെ മന്ത്രവാദത്തെക്കാൾ ഇപ്പോഴും ഫലിച്ചു കാണുന്നുണ്ട്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. ടാറ്റാ.